ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത്യാവശ്യം ലോങ് വീഡിയോ തന്നെ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ലോങ് വീഡിയോ തന്നെ ആക്കിയിട്ട് ഇടാന്ന്. അപ്പൊ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ 2 ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഒന്ന് ഡാസ്ലർ ആണ്, ഡാസ്ലർ എറ്റേണേന്റെ ഒരു ഷെയ്ഡും, പിന്നെ ഒന്ന് മാർസിന്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇത് ഷെയ്ഡ് വരുന്നത് ബോസ് ലേഡി ആണ്. രണ്ടും നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ഷോപ്പ് പോയ ടൈം ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കിന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് 499 ആണ്. പക്ഷെ 350 റുപ്പീസിനങ്ങാട്ടാണ് എനിക്ക് തന്ന് കിട്ടിയിട്ടുണ്ടായത്. അപ്പം കോംബോ ഓഫർ ആണ്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജ് വരുന്നത്. ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു മേക്കപ്പ് റിമൂവർ ആണ് വരുന്നത്. ഇത് നോക്കി എന്ത് രസമാണ് കാണാൻ. ഞാൻ അങ്ങനെ മേക്കപ്പ് റിമൂവർ ഒന്നും യൂസ് ചെയ്യലില്ല. അപ്പം കോംബോ ഓഫർ കണ്ട് റേറ്റ് കുറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ പർച്ചേസ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഓൾറെഡി ഡാസ്ലറിന്റെ വേറെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് ഇതാണ്, കണ്ടോ, ഡാസ്ലറിന്റെ ഈ ഒരു ഷെയ്ഡ്. ഇത് 03 ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. വാട്ടർ പ്രൂഫ് ആണ്, ട്രാൻസ്പെറന്റ് ആണ് പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ഇത് എന്റെ ഫേസിന് അത്യാവശ്യം നല്ലോണം മാച്ച് ആയി പോകുന്ന ഒരു ഷെയ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആയിരുന്നു. ഇത് രണ്ടും ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുണ്ടായത്. നെസ്റ്റോയിൽ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു ആ ടൈം. അപ്പോൾ ഞാൻ ആദ്യം ആ ഡാർക്കർ ലിപ്സ്റ്റിക് വാങ്ങി. അത് ട്രെൻഡിങ് ആയിരുന്നു ആ ടൈം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളതും സുഡിയോയിലെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. എനിക്കങ്ങനെ ചുണ്ട് ഡാർക്കർ ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. കുറെ ആൾക്കാരെ റിവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചുണ്ട് ഡാർക്ക് ആവുന്നുണ്ട് കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ. ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യലില്ല, ഞാൻ മാറ്റിയാണ് അധികം യൂസ് ചെയ്യുക. പക്ഷെ എന്നാലും ഏറെക്കുറെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. ഒന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. ഇതാകുമ്പോൾ നമുക്ക് വേഗം വെയർ ചെയ്യാനൊക്കെ സുഖമാണല്ലോ. പിന്നെ ഇത് നല്ലൊരു ഷെയ്ഡാണ്, കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ വാട്ടർ പ്രൂഫോ ട്രാൻസ്പെറന്റ് പ്രൂഫോ ഒന്നുമല്ല. ഒരു നോർമൽ ലിപ്സ്റ്റിക് 150 റുപ്പീസേ വരുന്നുള്ളൂ ഇതിന്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതാ ഈ 2 അടിപൊളി ഷെയ്ഡ്സിനെ പറ്റിയിട്ടാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 വീക്സ് ഒക്കെ ആയി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളോട് റിവ്യൂ പറയുന്നതല്ലേ നല്ലത്. ഇതിന്റെ പാക്കേജ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ലുക്കും നോക്കി നല്ല രസമില്ലേ കാണാൻ. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഇതിന്റെ എടുത്ത് വരാനായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ നിബാണ്. നല്ലൊരു സ്മെല്ലാണ്. ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. കാണുന്നുണ്ടോ? ഫോക്കസ് ആ. ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ ഈ സൈഡ് കണ്ടോ, നിബിന്റെ ഈ സൈഡ് നമ്മുടെ സാധാ ലിപ്സ്റ്റിക്കിനെ പോലെയല്ല, കുറച്ചുകൂടി പരന്നിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ലിപ്പിൽ വെയർ ചെയ്യുമ്പം നല്ല സുഖമുണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് നിബ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്, ട്രാൻസ്പെറന്റും ആവുന്നില്ല. നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ ഈ സുഡിയോത്തെ ലിപ്സ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. കണ്ടോ, വേഗം തുടക്കുമ്പോൾ വേഗം മാഞ്ഞു വരും. പക്ഷെ എന്നാലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഒരു ഷെയ്ഡ് നമ്മുടെ ലിപ്സിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ 2 ലിപ് ഷെയ്ഡും ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡാണ് കേട്ടോ. ഞാനൊരു മിറർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇട്ട് നോക്കാം. കുറച്ചെടുത്താൽ മതി, അധികം ഒന്നും വേണ്ട. കണ്ടോ, അടിപൊളിയല്ലേ. ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല, അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ലിപ് ലൈനറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ലിപ്പിൽ തന്നെ നിന്നോളും. നോക്കിയേ, നല്ല അടിപൊളി ഷെയ്ഡാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലിപ്പിൽ വെയർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വെയർ ചെയ്ത പോലത്തെ ഒരു ഫീൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം നമ്മൾ ലിപ്പിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷേങ്കിൽ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത സമയം അങ്ങനെ നമ്മൾ ലിപ്പിൽ ലിപ്സ്റ്റിക് വെയർ ചെയ്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് തരുന്നില്ല.
അതേപോലെ നോക്കി സ്മഡ്ജ് പ്രൂഫ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഷെയ്ഡാണ്, എന്റെ ഫേസിന് നല്ലോണം മാച്ച് ആയി പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. ഇതിന്റെ ഷെയ്ഡ് നെയിം വരുന്നത് LC143 ആണ്. കാണുന്നുണ്ടോ? LC143 ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് രണ്ടും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, വെറുതെ പറയല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് തോന്നിയോണ്ടാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം. കുറച്ച് കഷ്ടപ്പെട്ടു അതൊന്ന് ഫുള്ളായിട്ട് റിമൂവ് ആയി പോവേണ്ടിയിട്ട്. ഞാൻ ഇട്ടിട്ട് കുറച്ച് സമയം ആയുള്ളൂ. ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ റിമൂവ് ആക്കാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെയിൻ ലിപ്സിൽ ഉണ്ടായിരുന്നു. നോക്കി ഇപ്പോഴും അതിന്റെ ഒരു ഷെയ്ഡ് ലിപ്പിലുണ്ട്. അത്ര അടിപൊളിയാണ് സാധനം. ഇനി നമുക്ക് ഇതും കൂടി ട്രൈ ചെയ്യാം. ഇത് മാർസിന്റെ ബോസ് ലേഡി ആണ്. മാർസിന്റെ ഗേൾ പവർ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ലൊരു ഷെയ്ഡാണ്. ഇത് ആ ടൈമേ ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പൊ ഷോപ്പിൽ കണ്ട ടൈം ഞാൻ വാങ്ങി. ഇതിന് റേറ്റ് വരുന്നത് 279 ആണ്. ഇതിന് ഓഫർ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഈ റേറ്റിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. ഞാൻ കുറച്ചും കൂടി ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെക്കാളും പ്രിഫർ ചെയ്യുന്നത്, കാരണം ഇത് നമുക്ക് വെയർ ചെയ്യാൻ ലിക്വിഡിനെക്കാളും കുറച്ചുകൂടി സുഖമാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഇട്ട് വെക്കാം. ഇത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, ട്രാൻസ്പെറന്റ് അല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഇത് അങ്ങനെ ഒന്നും റിമൂവ് ആയി പോവില്ല. കണ്ടോ, ടിഷ്യൂ പേപ്പർ ചുണ്ട തൊട്ടിപ്പിടിക്കുക അല്ലാണ്ട് ലിപ്സ്റ്റിക് റിമൂവ് ആവുന്നില്ല, അതേപോലെ സ്മഡ്ജ് ആവുന്നില്ല. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗുമാണ്. ഏകദേശം രണ്ടും ഒരേ ഷെയ്ഡാണ്, ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മാർസിന്റെ ഷെയ്ഡ്. ഞാൻ ഡാസ്ലറും കൂടി ഇതിന്റെ അടുത്ത് വരഞ്ഞ് കാണിച്ചു തരാം. ഡാസ്ലറിന്റെ അത്ര അടിപൊളിയല്ല, പക്ഷെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. കണ്ടോ, ഇത് ഡാസ്ലറിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഇത് മാർസിന്റെ ക്രയോൺ ലിപ്സ്റ്റിക്കും. രണ്ടും ഏകദേശം ഒരേ ഷെയ്ഡാണ് വരുന്നത്, പക്ഷെ മാർസിനെക്കാളും കുറച്ചുകൂടി ഡാർക്കർ ആണ് ഡാസ്ലറിന്റെ. അപ്പൊ എന്തായാലും എനിക്ക് രണ്ടും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലിങ്കിൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, ഇതിന്റെ ലിങ്ക് ഒക്കെ താഴെ ഷെയർ ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.